ഹായ് ഓൾ. നമ്മൾ ഇന്ന് പ്രത്യേകമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് പൈത്തൺ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലെ ടൈപ്പ് ഫംഗ്ഷനും അതേപോലെ തന്നെ ടൈപ്പ് കാസ്റ്റിംഗ് ഫംഗ്ഷൻസുമാണ്. അപ്പോൾ ടൈപ്പ് ഫംഗ്ഷൻ ആദ്യമേ തന്നെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ടൈപ്പ് ഫംഗ്ഷൻ എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പൈത്തൺ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ ഒരു പർട്ടിക്കുലർ വേരിയബിളിന്റെയോ ഒരു ഒബ്ജക്റ്റിന്റെയോ ഡാറ്റ ടൈപ്പ് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് ടൈപ്പ് ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. സോ ദ ടൈപ്പ് ഫംഗ്ഷൻ in Python is used to determine the type of a variable or an object. Okay, so ഇത് പൈത്തണിലെ ഒരു ബിൽഡിംഗ് ഫംഗ്ഷൻ ആണ്. ഇതിന്റെ സിന്റാക്സ് ഭയങ്കര സിമ്പിൾ ആണ്. ജസ്റ്റ് ടൈപ്പ് എന്നുള്ള കീവേഡ് യൂസ് ചെയ്യുക. ബ്രാക്കറ്റിൽ നമുക്ക് ചെക്ക് ചെയ്യേണ്ട വേരിയബിളിന്റെ നെയിമോ ഒബ്ജക്റ്റിന്റെ പേരോ സ്പെസിഫൈ ചെയ്യാം. ഇങ്ങനെയാണ് നമ്മൾ ടൈപ്പ് ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. കുറച്ച് എക്സാമ്പിൾസ് കാണിച്ചിട്ടുണ്ട്. പ്രിന്റ് ടൈപ്പ് ഓഫ് 42 എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് 42 നമുക്കറിയാം ഇന്റീജർ വാല്യൂ ആണ്. അപ്പോൾ ടൈപ്പ് ഓഫ് 42 കൊടുത്തിട്ടുണ്ടെങ്കിൽ ആൻസർ വരുന്നത് ക്ലാസ് ഇന്റ് എന്നായിരിക്കും. അടുത്തതായിട്ട് പ്രിന്റ് ടൈപ്പ് ഓഫ് 3.14 കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം 3.14 എന്ന ഡെസിമൽ വാല്യൂസ് ഉണ്ട്. അത് ഫ്ലോട്ട് ടൈപ്പ് ആണ്. സോ ആൻസർ വരുന്നത് ക്ലാസ് ഫ്ലോട്ട് എന്നായിരിക്കും. അടുത്തതായിട്ട് നമുക്ക് ഒരു ഹലോ എന്ന് പറയുന്ന സ്ട്രിങ്ങിന്റെ ടൈപ്പ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുത്താൽ പ്രിന്റ് ടൈപ്പ് ഓഫ് ഹലോ ഡബിൾ കോട്ട്സ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഔട്ട്പുട്ട് ആയിട്ട് ലഭിക്കുന്നത് ക്ലാസ് str എന്നായിരിക്കും. നെക്സ്റ്റ് പ്രിന്റ് ടൈപ്പ് ഓഫ് ട്രൂ എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ ട്രൂ നമുക്കറിയാം ഒരു ബൂളിയൻ വാല്യൂ ആണ്. സോ നമുക്ക് അതിന്റെ ഡാറ്റ ടൈപ്പ് ആയിട്ട് നമുക്ക് ലഭിക്കുന്നത് ക്ലാസ് ബൂൾ എന്നായിരിക്കും. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ടൈപ്പ് കാസ്റ്റിംഗിനെ കുറിച്ചാണ്. രണ്ട് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ടൈപ്പ് കാസ്റ്റിംഗ് ഉണ്ട്. അതിൽ ഒന്നാമത്തെയാണ് ഇംപ്ലിസിറ്റ് ടൈപ്പ് കാസ്റ്റിംഗ്. നെക്സ്റ്റ് ഇസ് എക്സ്പ്ലിസിറ്റ് ടൈപ്പ് കാസ്റ്റിംഗ്. ഇംപ്ലിസിറ്റും എക്സ്പ്ലിസിറ്റും നമ്മുടെ ഡിഫറൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് നമുക്ക് എന്താണ് ഇംപ്ലിസിറ്റ് ഡാറ്റ ടൈപ്പ് കാസ്റ്റിംഗ് എന്ന് നമുക്ക് നോക്കാം. ഇംപ്ലിസിറ്റ് ടൈപ്പ് കാസ്റ്റിംഗ് എന്ന് പറയുന്നത് പൈത്തൺ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ ഓട്ടോമാറ്റിക്കായി നടക്കുന്നതിനെയാണ് നമ്മൾ ഇംപ്ലിസിറ്റ് ടൈപ്പ് കാസ്റ്റിംഗ് എന്ന് നമ്മൾ പറയുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈക്വൽ ടു 5 എന്നും ബി ഈക്വൽ 2.5 എന്നും നമ്മൾ കൊടുക്കുന്ന സമയത്ത് എ ഈക്വൽ ടു 5 ഒരു ഇന്റീജർ ഡാറ്റ ടൈപ്പ് ആണ്. ബി ഈസ് 2.5 എന്ന് പറയുമ്പോൾ അതൊരു ഫ്ലോട്ട് ഡാറ്റ ടൈപ്പ് ആണ്. അപ്പോൾ നമ്മൾ റിസൾട്ട് ഈക്വൽ എ പ്ലസ് ബി കൊടുക്കുന്ന സമയത്ത് നമുക്കറിയാം ഇന്റീജർ എന്ന് പറയുന്നത് ഒരു ലോവർ ഡാറ്റ ടൈപ്പ് ആണ്. ഫ്ലോട്ട് എന്ന് പറയുന്നത് ഒരു ഹയർ ഡാറ്റ ടൈപ്പ് ആണ്. അപ്പോൾ റിസൾട്ട് എപ്പോഴും ഹയർ ഡാറ്റ ടൈപ്പിന്റെ മെത്തേഡിലായിരിക്കും ഫോളോ ചെയ്യുന്നത്. അപ്പോൾ പ്രിന്റ് റിസൾട്ട് നമ്മൾ കൊടുക്കുമ്പോൾ ആൻസർ 7.5 ആയിരിക്കും നമുക്ക് ഔട്ട്പുട്ട് ആയിട്ട് ലഭിക്കുന്നത്. പ്രിന്റ് ടൈപ്പ് ഓഫ് ദിസ് റിസൾട്ട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്ലോട്ട് ക്ലാസ് എന്നായിരിക്കും നമുക്ക് ആൻസർ ആയിട്ട് ലഭിക്കുന്നത്. അപ്പോൾ എപ്പോഴും പൈത്തൺ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ ഹയർ ഡാറ്റ ടൈപ്പിന്റെ വെർഷനിലേക്കാണ് നോർമലി കാസ്റ്റിംഗ് നടക്കുന്നത്. അതിനെയാണ് ഇംപ്ലിസിറ്റ് ടൈപ്പ് കാസ്റ്റിംഗ് എന്ന് നമ്മൾ പറയുന്നത്. അടുത്താണ് എക്സ്പ്ലിസിറ്റ് ടൈപ്പ് കാസ്റ്റിംഗ് എന്ന് പറയുന്നത്. എക്സ്പ്ലിസിറ്റ് ടൈപ്പ് കാസ്റ്റിംഗ് എന്ന് പറയുന്നത് മാനുവലി നമ്മൾ നടത്തുന്ന ടൈപ്പ് കാസ്റ്റിംഗിനെയാണ് എക്സ്പ്ലിസിറ്റ് ടൈപ്പ് കാസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇതിന് നമുക്ക് മാനുവലി നമുക്ക് ഒരു ഡാറ്റ ടൈപ്പിൽ നിന്ന് മറ്റൊരു ഡാറ്റ ടൈപ്പിലേക്ക് മാറ്റുവാൻ സാധിക്കും. ഫസ്റ്റ് നമുക്ക് ഒരു എക്സാമ്പിൾ നോക്കാം. ഇന്റീജർ കൺവേർഷൻ ആണ്. നമുക്ക് എക്സ് ഈക്വൽ ടു 10.8 ആണ്. നമുക്കറിയാം അതൊരു ഫ്ലോട്ട് ഡാറ്റ ടൈപ്പ് ആണ്. നമുക്ക് അതിനെ ഇന്റീജറിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു ഫംഗ്ഷൻ ഉപയോഗിക്കാം. ഇന്റ് ഓഫ് എക്സ് എന്ന് കൊടുത്താൽ മതി. അപ്പോൾ പ്രിന്റ് ഇന്റ് ഓഫ് എക്സ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആൻസർ ലഭിക്കുന്നത് 10 ആയിരിക്കും. ബിക്കോസ് ഇപ്പോൾ എക്സ് ഒരു ഇന്റീജർ ഡാറ്റ ടൈപ്പായി മാറിക്കഴിഞ്ഞു. നെക്സ്റ്റ് വേറെ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ y is equal to ഡബിൾ കോട്ട്സ് 123 കൊടുക്കുകയാണെങ്കിൽ നമുക്കറിയാം ഡബിൾ കോട്ട്സ് കൊടുത്തിരിക്കുന്നതുകൊണ്ട് അതൊരു സ്ട്രിംഗ് ഡാറ്റ ടൈപ്പ് ആയിരിക്കും. നമ്മൾ പ്രിന്റ് ഇന്റ് y എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ 123 എന്ന് പറയുന്ന സ്ട്രിങ്ങിനെ ഇന്റീജർ ആയിട്ട് കൺവേർട്ട് ചെയ്ത് 123 ആയിട്ടായിരിക്കും, അതായത് ഇന്റീജർ 123 ആയിരിക്കും നമുക്ക് ഔട്ട്പുട്ടായി ലഭിക്കുന്നത്. മൂന്നാമത്തെ കേസിൽ z ഈക്വൽ ടു 123 ABC എന്നൊരു ഇത് നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന് നമ്മൾ ഇന്റീജർ വാല്യൂ ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ABC എന്ന് പറയുന്ന സ്ട്രിംഗ് ഉള്ളതുകൊണ്ട് നമുക്ക് ഒരു വാല്യൂ എററിലേക്കാണ് പൈത്തൺ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ എത്തിച്ചേരുന്നത്. അടുത്തതാണ് എക്സ്പ്ലിസിറ്റ് ടൈപ്പ് കാസ്റ്റിംഗിന്റെ രണ്ടാമത്തെ കാര്യം, ദാറ്റ് ഈസ് ഫ്ലോട്ട് കൺവേർഷൻ. ഫ്ലോട്ട് കൺവേർഷൻ വേണ്ടി നമ്മൾ ഫ്ലോട്ട് എന്ന ഫംഗ്ഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എക്സ് ഈക്വൽ ടു 3.14 ആണ്. ദാറ്റ് മീൻസ് അതൊരു സ്ട്രിംഗ് ആണ്, ഡബിൾ കോട്ട്സ് കൊടുത്തിരിക്കുന്നുണ്ട്. നമുക്ക് അതിനെ ഫ്ലോട്ട് വാല്യൂലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ ഫ്ലോട്ട് ഓഫ് എക്സ് എന്ന് കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ പ്രിന്റ് ഫ്ലോട്ട് ഓഫ് എക്സ് കൊടുത്തു കഴിയുമ്പോൾ 3.14 ആയിരിക്കും നമുക്ക് ഔട്ട്പുട്ടായി ലഭിക്കുന്നത്. ഈ 3.14 ഒരു ഫ്ലോട്ട് വാല്യൂ ആയിട്ടായിരിക്കും സ്റ്റോർ ആവുന്നത്. വേറെ എക്സാമ്പിൾ കാണിക്കുകയാണെങ്കിൽ y is equal to 100 എന്ന് നമ്മൾ കൊടുക്കുകയാണ്. പ്രിന്റ് ഫ്ലോട്ട് ഓഫ് y കൊടുത്തിട്ടുണ്ടെങ്കിൽ y എന്ന് പറയുന്നത് 100 ആയിരിക്കും. ദാറ്റ് മീൻസ് അതൊരു ഇന്റീജർ ഡാറ്റ ടൈപ്പ് ആണ്. ഫ്ലോട്ട് ഓഫ് y എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനെ ഒരു ഫ്ലോട്ട് വാല്യൂ ആയിട്ട് കൺവേർട്ട് ചെയ്തു. അപ്പോൾ നമുക്ക് ഔട്ട്പുട്ടായി ലഭിക്കുന്നത് 100 ആയിരിക്കില്ല, 100.0 എന്നായിരിക്കും. അതായത് ഇത് ഫ്ലോട്ട് വാല്യൂ ആയിട്ട് കൺവേർഷൻ നടന്നു. മൂന്നാമത്തെയാണ് സ്ട്രിംഗ് കൺവേർഷൻ എന്ന് പറയുന്നത്. എക്സാമ്പിൾ കാണിക്കുകയാണെങ്കിൽ എക്സ് ഈക്വൽ ടു 100 എന്ന് നമ്മൾ കൊടുത്തിരിക്കുകയാണ്. എക്സ് ഈക്വൽ 100 എന്ന് പറയുന്നത് ഒരു ഇന്റീജർ വാല്യൂ ആണ്. പ്രിന്റ് str ഓഫ് എക്സ് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ഈ എക്സ് എന്ന് പറഞ്ഞ 100 എന്ന് പറഞ്ഞ നമ്പറിനെ ഇന്റീജർ വാല്യൂനെ സ്ട്രിംഗ് ആയിട്ട് കൺവേർഷൻ നടത്തുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഔട്ട്പുട്ടായി ലഭിക്കുന്നത് ഡബിൾ കോട്ട്സിൽ 100 ആയിരിക്കും. ഇതേപോലെ തന്നെ y is equal to 3.14 നമ്മൾ കൊടുത്തിട്ട് ദാറ്റ് മീൻസ് അത് ഫ്ലോട്ട് നമ്പർ ആണ്. അപ്പോൾ നമ്മൾ പ്രിന്റ് str ഓഫ് y കൊടുത്തു കഴിയുമ്പോൾ അതൊരു സ്ട്രിംഗ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. അങ്ങനെ
ഔട്ട്പുട്ട് വരുന്നത് ഡബിൾ കോട്ട്സ് 3.14 ആയിരിക്കും. ഇനി നാലാമത്തെയാണ് ബൂളിയൻ എന്ന് പറയുന്നത്. ബൂളിയനും ഇതുപോലെ ബൂൾ ഫംഗ്ഷൻ ഉപയോഗിച്ച് നമുക്ക് ബൂളിയൻ ഡാറ്റ ടൈപ്പിലേക്ക് കൺവേർട്ട് ചെയ്യാൻ സാധിക്കും. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പ്രിന്റ് ബൂളിയൻ ഓഫ് 0 എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആൻസർ വരുന്നത് ഫോൾസ് എന്നായിരിക്കും. അതേപോലെ തന്നെ പ്രിന്റ് ബൂളിയൻ ഓഫ് 42 കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആൻസർ വരുന്നത് ട്രൂ ആയിരിക്കും. 0 അല്ലാതെ വേറെ ഏത് വാല്യൂ എടുത്താലും ആൻസർ എപ്പോഴും വരുന്നത് ട്രൂ ആയിരിക്കും. അതുപോലെ സ്ട്രിങ്ങിന്റെ കേസിലാണെങ്കിൽ ബൂൾ ഓഫ് ഡബിൾ കോട്ട്സിനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ എംറ്റി സ്ട്രിങ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഔട്ട്പുട്ട് ആയിട്ട് വരുന്നത് ഫോൾസ് ആയിരിക്കും. അതേപോലെ തന്നെ ബൂൾ ഫംഗ്ഷനുള്ളിൽ ഹലോ എന്ന് പറയുന്ന ഒരു കണ്ടന്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് നോൺ എംറ്റി സ്ട്രിങ് ആണെങ്കിൽ ഔട്ട്പുട്ട് ആയിട്ട് വരുന്നത് ട്രൂ എന്നായിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ടൈപ്പ് ഫംഗ്ഷനെ കുറിച്ചും അതേപോലെ തന്നെ ഇത്രയേ ഉള്ളൂ ടൈപ്പ് ഫംഗ്ഷനെ കുറിച്ചും അതേപോലെ തന്നെ ഡിഫറെന്റ് ടൈപ്പ് കാസ്റ്റിംഗ് മെത്തേഡിനെ കുറിച്ചും. ഓക്കെ, താങ്ക് യു.